വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകണമെന്നാവുമല്ലോ വിചാരിക്കുന്നുണ്ടാവുക. ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ റെഡി ആവാണ്. അപ്പോൾ ഞാൻ ആ ഒരു ലുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മളിന്നൊരു കല്യാണ ലുക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കല്യാണ ലുക്കോ പാർട്ടി ലുക്കോ അങ്ങനെ എന്തെങ്കിലും പറയാം. എനിക്കധികം ഓവർ മേക്കപ്പ് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ കാണിക്കാൻ പോണേ. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മേക്കപ്പ് ഇടുമ്പോൾ പേഴ്സണലി എനിക്ക് കല്യാണത്തിന് അങ്ങനത്തെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഈ ആൾക്കാരൊക്കെ നല്ല കട്ടിക്ക് ഫൗണ്ടേഷൻ, BB ക്രീം, CC ക്രീം ഇതൊക്കെ ഇട്ട് ഇങ്ങനെ കട്ടിക്ക് വന്നിട്ട് ഓൾറെഡി കളറുള്ളവർ വരെ അത്രയും കട്ടിക്ക് മേക്കപ്പ്. എനിക്ക് അങ്ങനത്തെ ഓവർ മേക്കപ്പ് ലുക്ക് ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ലൈറ്റായിട്ട് സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്ക്. ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ ഹെവി ആയിട്ടുള്ളത് ഇടുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് നാച്ചുറൽ ആയിരിക്കണം, ലൈറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ എനിക്ക് ഇഷ്ടം. അപ്പം അങ്ങനത്തെ ഒരു ലുക്ക്, കാരണം നമ്മളെ വീട്ടിലുള്ള എല്ലാ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്ന് എന്തായാലും ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് റെഡി ആവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പ്രൈമർ ഇടാൻ പോകണം. ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹെഡ് ബാൻഡൊക്കെ അടിച്ച് മാറ്റി കൊച്ചിൻ്റെ ഹെഡ് ബാൻഡ്, എൻ്റെ ഹെഡ് ബാൻഡിൽ മൊത്തം ചളി ചെയ്യും. അപ്പോൾ കൊച്ചിൻ്റെ ഹെഡ് ബാൻഡ് എടുത്തിട്ടു. അങ്ങനെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തു കേട്ടോ. മോയ്സ്ചറൈസറും ലിപ് ബാമൊക്കെ ഇട്ടിട്ടുണ്ട്, ടോണറും. അപ്പോൾ നമ്മളതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ മേക്കപ്പിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രൈമറാണ് കേട്ടോ ഇടാൻ പോണത്. ഇത് ഇൻസൈറ്റിൻ്റെ 3-in-1 പ്രൈമറാണ്. അപ്പോൾ ഞാൻ അതായിട്ട് ഇടാൻ പോണത്. ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ മേക്കപ്പൊക്കെ ഇടുമ്പോൾ ഒരു പ്രൈമർ ഇടണം നല്ലതാണ്, നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രൈമറൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. നോസിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പ്രൈമർ ഇടുന്ന ചടങ്ങ് കഴിഞ്ഞിരിക്കും. ഇനി നമ്മളടുത്തത് നമ്മളെ മെയിൻ താരം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫൗണ്ടേഷൻ, CC ക്രീം, BB ക്രീം അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ അങ്ങനെ ഹെവി മേക്കപ്പ് വേണം എന്നുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇടണത് ഇവനെയാണ് കേട്ടോ. ഈ ബ്രൗണിൻ്റെ ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ്. എൻ്റെ ഷെയ്ഡ് ഇതിൽ വന്നിട്ട് ആൽമോണ്ടാണ് കേട്ടോ. ആൽമോണ്ടാണ് എൻ്റെ ഷെയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ ആൽമോണ്ടാണ് ഞാനിപ്പോൾ ഇടാൻ പോണത്. എൻ്റെ ഷെയ്ഡിന് കറക്റ്റ് മാച്ചാണ്. ബാക്കിയുള്ള ഫൗണ്ടേഷനൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ഇതെൻ്റെ ആണോ അങ്ങനത്തെ ഒക്കെ ഒരു തോന്നൽ വന്ന് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. നല്ല മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ നല്ല മോയ്സ്ചറൈസറാണ്. നമുക്ക് കുറച്ച് മതി, അധികമൊന്നും വേണ്ട. നല്ല ടിഞ്ചൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സൺസ്ക്രീനും SPF 30 ഒക്കെ ഉണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ണിൻ്റെ അവിടുത്തെ ഡാർക്ക് സർക്കിൾസൊക്കെ പോകാൻ കൺസീലറിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം നന്നായിട്ട് ഹൈഡ് ചെയ്ത് തരും നമുക്ക്. ഞാൻ കഴുത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യണ്ട. ഇതിന് ഏറ്റവും വലിയ മാജിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത് എന്ത് പെട്ടെന്ന് നമ്മളെ കയ്യിൽ ഇരിക്കണ സാധനം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കുമ്പോഴേക്കും അത് ബ്ലെൻഡായി പോകും. അത്രയും ലൈറ്റാണ്. അതുകൊണ്ടാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. വേറെ ഒന്നും യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത്രയ്ക്കും നല്ലൊരു മോയ്സ്ചറൈസറാണ്. കണ്ടില്ലേ, പെട്ടെന്ന് ബ്ലെൻഡ് ആവും. ടൈമില്ലാത്ത സമയത്തൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖമാണ്. കണ്ടില്ലേ, ഒരു ഷൈനിങ് തന്നെ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്ലെൻഡ് ചെയ്യൽ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. കണ്ടില്ലേ, നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് തരും നമുക്ക് ഈ സാധനം. ഇത് മാത്രം ഇട്ടിട്ട് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാം, പൗഡറും സാധനങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ. പക്ഷെ എനിക്ക് ഇതിങ്ങനെ
മഴയും കാര്യങ്ങളൊന്നും സെറ്റായിട്ടിരിക്കണത് എനിക്കിഷ്ടം. ഓൾറെഡി സെറ്റാണ്, എന്നാലും ഒന്നും കൂടി ഇത് ഞാൻ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. നമ്മുടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൗഡർ ഇട്ട് കൊടുക്കാം ഗൈസ്. പോൺസിൻ്റെ പൗഡറാണ് കേട്ടോ. ഇതിലും സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഴയായ കാരണം ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല കേട്ടോ. വെയിലൊന്നും ഇല്ലല്ലോ. നല്ല പൗഡറാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പൗഡറാണ്. ഞാൻ എപ്പോഴും ഇതന്നെ യൂസ് ചെയ്യുക. നന്നായിട്ട് നമുക്ക് പൗഡർ അങ്ങോട്ട് പരത്തിയിട്ട് കൊടുക്കുക. അങ്ങോട്ട് എല്ലായിടത്തും അങ്ങോട്ട് സെറ്റ് ആവട്ടെ. വാരി പൊത്താം. ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്കൊരു BB ക്രീമിൻ്റെ ഒക്കെ ഒരു എഫക്റ്റാണ് കേട്ടോ ഈ പൗഡറിന്. നല്ല പൗഡറാണ്. ഞാൻ ഇതിൻ്റെ 2 ഷെയ്ഡ് ഉണ്ട്. ഒന്ന് പിങ്കും ഒന്ന് നാച്ചുറൽ BB. ഞാൻ BB ആണ് യൂസ് ചെയ്യണത്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള പൗഡറാണ്. കുറേ നേരം ഈ പൗഡർ ലോങ് ലാസ്റ്റ് ചെയ്യും. അങ്ങനെ സാധാ പൗഡർ പോലെ ഒലിച്ചൊന്നും പോവില്ല. നല്ല പൗഡറാണ്. നമുക്ക് പൗഡർ ഒന്ന് തുടച്ച് കൊടുക്കാം. വേണ്ട, ഇപ്പം തന്നെ പൗഡർ ഇട്ടപ്പോഴേക്കും ഫേസിനൊരു എന്താ പറയുക, ഒരു ബ്രൈറ്റ്നെസ് വന്നു. ശരിക്കും ബ്രൗണിൻ്റെ കൂടെ പൗഡറിൻ്റെ ആവശ്യമില്ല. എന്നാലും എനിക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒന്നും കൂടി ഒരു ബ്രൈറ്റ്നെസ് ഫേസിന് കിട്ടണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. പൗഡറൊക്കെ സെറ്റായിട്ടാണ്. പെട്ടെന്നുള്ള കല്യാണം ആയതുകൊണ്ട് ത്രെഡ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജോലി തിരക്കായ കാരണം ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ നമ്മളത് കഴിഞ്ഞ് നമുക്ക് നമുക്ക് ഐബ്രോ ഒന്ന് ജസ്റ്റ് ഓൾറെഡി വേറെ ഷേപ്പിലൊക്കെ ഇരിക്കണം, എന്നാലും ഒന്ന് വെറുതെ ഒന്ന് എഴുതി കൊടുക്കുക. വർക്കിന് പോണ കാരണം ഒന്നിനും സമയം കിട്ടണില്ല ശരിക്കും. എന്നാലും വെറുതെ ഒന്ന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്രൗൺ ആണ് കേട്ടോ. ബ്ലാക്ക് കളർ ഐബ്രോസ് എനിക്ക് ഇഷ്ടമില്ല. ബ്രൗൺ ആണ് ഞാൻ എപ്പോഴും എഴുതാറ്. എന്നാൽ ഐബ്രോസിൻ്റെ ചടങ്ങ് സെറ്റായി. നമ്മൾ അടുത്തത് ഇടാൻ പോണ ബ്ലഷാണ് ഗൈസ്. കണ്ടില്ലേ, സ്റ്റുഡിയോയുടെ ചീക്കി ബ്ലഷാണ്. നല്ല എൻ്റെ ഫേവറേറ്റ് ബ്ലഷാണ് കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആണ്. ഒരു 199 200 റേഞ്ച് ഉള്ളൂ ഇതിന്. നല്ല ബ്ലഷാണ്. ഷെയ്ഡും അത് നല്ല ക്യാൻഡി ഫ്ലഷ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ അവിടെ പോയപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. കണ്ടില്ലേ, നല്ലൊരു നാച്ചുറലായിട്ടുള്ള കളറാണ്. ഞാൻ വേറെ ഐ ഷാഡോ ഒന്നും ഇടണില്ല. എൻ്റെ ഡ്രസ്സിന് ഏകദേശം മാച്ചാവണ ഒരു കളറാണിത്. അപ്പം ഞാൻ ഇതന്നെ ഇട്ട് കൊടുക്കാൻ പോകണം. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. അതിൻ്റെ ഇടയിലാണ് വീഡിയോ ചെയ്യണേ. അപ്പം അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കറണ്ടും പോയി, കഷ്ടപ്പാടിലാണ്. നമ്മൾ ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഐ ഷാഡോയും ബ്ലഷൊക്കെ വാരി കുത്തിയിട്ടിട്ടുണ്ട്. ഒരു കല്യാണമല്ലേ, കളറാവട്ടെ. എനിക്ക് ബ്ലഷ് ഇല്ലാണ്ട് ലിപ്സ്റ്റിക് ഇല്ലാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോൾ പോകുമ്പോഴും ബ്ലഷ് ലിപ്സ്റ്റിക്കൊക്കെ മെയിനായിട്ട് വേണം. വേറെ എന്തില്ലെങ്കിലും ഷാഡോ ഞാനങ്ങനെ ഇടാറില്ല. പിന്നെ ഒരു ഫങ്ഷൻ ആയതുകൊണ്ട് ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ബ്ലഷ് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലഷാണ്. നമുക്ക് ഐലൈനർ ചെയ്താട്ടോ. നമ്മൾ ഐലൈനർ എഴുതി കൊടുക്കാൻ പോവാണ്. ഈ ബേഡ് ലോങ് ലാസ്റ്റിങ് ഐലൈനറാണ് കേട്ടോ. നല്ല ഐലൈനറാണ്. കുറേ നാൾ ഞാൻ ഇപ്പോൾ ഇത് ഉപയോഗിക്കണം. കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും.
നല്ല കളറാണ് കേട്ടോ, ഷൈൻ ചെയ്യണ പോലത്തെ ഒരു ഐലൈനറാണിത്. നമുക്ക് മസ്കാര ഇടാട്ടെ. ഇതും ഇബയുടെ ബോൾഡ്, ബ്ലാക്ക് ബോൾഡ് എന്ന് പറഞ്ഞാൽ മസ്കാരയാണ് കേട്ടോ. ഞാൻ ഇബയുടെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം എല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയതാണ്. നല്ല മസ്കാരയാണ് കേട്ടോ, നല്ല മസ്കാരയാണ്. കണ്ടില്ലേ, നേരെ നിൽക്കും കേട്ടോ, വാട്ടർ പ്രൂഫൊക്കെയാണ്. മസ്കാര ഇടുന്ന ചടങ്ങ് കഴിഞ്ഞു. ഇവിടെ ഇതുവരെ കറണ്ട് വന്നിട്ടില്ല കേട്ടോ, ലൈറ്റൊക്കെ കട്ടേ, എന്നാലും ഞാൻ വീഡിയോ എടുക്കണം നിർത്തില്ല എന്നുള്ള. എന്തായാലും എടുത്തു തുടങ്ങി ഇനി, അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇരുട്ടത്താണെങ്കിലും എടുക്കണം. അപ്പം നമുക്കിനി ഒരു ലിപ് ലൈനർ എഴുതി കൊടുക്കാം. ഏതിൻ്റെ അതൊന്നും അറിയില്ല കേട്ടോ, ഏതോ പറഞ്ഞ ഇപ്പം മാച്ചിൽ പറഞ്ഞ തപ്പിയെടുത്തതാണ്. അപ്പം നമുക്കത് എഴുതി കൊടുക്കാം കേട്ടോ. ലിപ് ലൈനിങ് പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനിയാണ് നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ പോകുന്നത് ഗൈസ്. ഇടണേക്ക് മുമ്പ് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. നമുക്കൊരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. സെറ്റിംഗ് സ്പ്രേയുടെ ആവശ്യമൊന്നുമില്ല, പിന്നെ മഴയൊക്കെ ആയി കാരണം ഒന്ന് വെറുതെ സെറ്റായിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതാ ഞാനൊരു ഇൻസൈറ്റിൻ്റെ തന്നെ കേട്ടോ മേക്കപ്പ് ഫിക്സർ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നൈസായിട്ട്. ഫിക്സറൊക്കെ ഒന്ന് പിടിച്ച ശേഷം നമുക്ക് നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ മിക്സ് ചെയ്തിട്ടാണ് കൂടുതൽ ഇടാറ്. കാരണം എത്ര ഇട്ടാലും എനിക്ക് വേണ്ട ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടാറില്ല. അപ്പം ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഇടാറ്, അപ്പോഴാണ് ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടുക. അപ്പം ഞാൻ അടിയിലിടുന്നത് ഡയസ്ലറിൻ്റെ DLC 034 എന്ന് പറഞ്ഞൊരു ബ്രൗൺ ടോൺ ഷെയ്ഡാണ് കേട്ടോ അടിയിലിടണേ. നമുക്കിത് അടിയിടാം. അത്ര ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്കായി പോവും. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു ബോൾഡ് ലുക്കൊക്കെ വേണ്ടവർക്ക് ഈ ഷെയ്ഡ് യൂസ് ചെയ്യട്ടോ. ഞാൻ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാൻ പോണത് സ്റ്റുഡിയോന്ന് ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലിപ് മോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കാർലെറ്റ് റഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഒരു റെഡ് അല്ല, അങ്ങനത്തെ ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് മുകളിലിട്ട് കൊടുക്കാൻ പോണത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ലൊരു മെറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. പറഞ്ഞേ എപ്പോഴും മിക്സ് ചെയ്യുമ്പോഴായിരിക്കും നല്ല അടിപൊളി ഷെയ്ഡ് നമുക്ക് വരുന്നത്, ആവശ്യമുള്ള ഷെയ്ഡ്. അപ്പം അങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മുടി സെറ്റ് ചെയ്യാൻ കഴിയും. അതാണ് മെനക്കേട്. എനിക്കാണെങ്കിൽ ഹെയർ സ്റ്റൈൽ കെട്ടി പ്രാന്ത് വരും. മുടി വെട്ടിയ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്ന് എന്ത് ഹെയർ സ്റ്റൈൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അവസാനം എന്തെങ്കിലുമൊക്കെ ആവും, അതാണ് എൻ്റെ ലക്ഷ്യം. നമുക്കിനി ഹെയർ സ്റ്റൈലിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ സ്ട്രെയിറ്റ് അങ്ങനെ ഒന്നും ചെയ്യണില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. നോർമലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെക്സിൻ്റെ ഹെയർ സെറാണ് കേട്ടോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ കിട്ടില്ല, അങ്ങനത്തെ ഡ്രൈ. ഇപ്പോൾ ഞാൻ ഷാമ്പും കണ്ടീഷണറൊക്കെ ഇട്ട് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല. കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഡ്രൈ ആണ് എൻ്റെ മുടി. അപ്പോൾ നന്നായിട്ട് നല്ല സെറാട്ടോ. ഞാൻ കുറേ ഒരു 2-3 ഇയേഴ്സായിട്ട് യൂസ് ചെയ്യണ സെറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സെറാട്ടോ. കുറേ നേരം നമുക്ക് ആ ഒരു ഇത് കിട്ടും. സെറൊക്കെ തേച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ആദ്യം അത് അങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. നമുക്ക് അതിന് മുമ്പ് ഇപ്പം ഡ്രസ്സ് ഇട്ടിട്ട് വരാം കേട്ടോ. ഇത് വരുന്നു ഗൈസ്. അപ്പോഴേക്കും ഞാൻ മുടിയൊക്കെ കെട്ടി നൈസായിട്ടൊന്ന് ടക്ക് ചെയ്തു. വേറെ ഒന്നും ചെയ്തില്ല, ഡ്രസ്സൊക്കെ ഇട്ടു.
ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു സിമ്പിൾ പാർട്ടി ലുക്ക് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഈസി ആയിട്ടുള്ള ഒരു പാർട്ടി ലുക്കാണ്, അധികം മെനക്കേടൊന്നുമില്ല, എന്നാലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തേക്കണത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.